നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രാക്രമണ ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക നീക്കത്തിൻ്റെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് എല്ലാ ആധുനിക മുൻനിര യുദ്ധക്കപ്പലുകളിലും സ്റ്റാൻഡേർഡ് ആയുധമാക്കാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. റഷ്യയിൽ നടന്ന ഫ്ലോട്ട് 2026 അന്താരാഷ്ട്ര നേവൽ എക്സിബിഷനിൽ വെച്ച് ബ്രഹ്മോസ് എയ്റോസ്പേസിൻ്റെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ അലക്സാണ്ടർ മക്സ്റ്റേവാണ് മാധ്യമങ്ങളോട് ഈ തന്ത്രപ്രധാനമായ വിവരം സ്ഥിരീകരിച്ചത്. മുൻനിര യുദ്ധക്കപ്പലുകളിൽ ഈ മാരക മിസൈലുകൾ സംയോജിപ്പിക്കുന്ന പ്രക്രിയ നിരന്തരം സജീവമായി പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേന ഈ ആയുധ സംവിധാനം വിപുലമായ രീതിയിൽ പരീക്ഷിച്ചു കഴിഞ്ഞതായും ഇതിൻ്റെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും നിർത്തിവച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടലിൽ ഭാരതത്തിൻ്റെ പോരാട്ട വീര്യം നവീകരിക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും റഷ്യയുടെ NPO മാഷിനോ സ്ട്രോയേനയും തമ്മിലുള്ള വിജയകരമായ സംയുക്ത സംരംഭത്തിൽ നിന്നാണ് ബ്രഹ്മോസ് മിസൈലുകൾ ജന്മമെടുക്കുന്നത്. ഇന്ന് ലോകത്തിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയതും മാരകവുമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായിട്ടാണ് ഇത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 2.8 മുതൽ മാക് 3 വരെയുള്ള വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇതിൻ്റെ നൂതന റാംജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയാണ് ബ്രഹ്മോസിനെ അജയ്യമാക്കി മാറ്റുന്നത്. കര, കടൽ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഒരേപോലെ വിക്ഷേപിക്കാൻ കഴിയുമെന്നത് ഇന്ത്യൻ സായുധ സേനയ്ക്ക് സമാനതകളില്ലാത്ത തന്ത്രപരമായ വഴക്കം നൽകുന്നുണ്ട്. ഈ മിസൈലിൻ്റെ തെളിയിക്കപ്പെട്ട വിശ്വാസ്യതയും കൃത്യതയും കാരണമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ പ്രതിരോധ കയറ്റുമതി സാധ്യമായത്. ഇതിൻ്റെ ഭാഗമായി ഫിലിപ്പൈൻസ് തങ്ങളുടെ തീരസംരക്ഷണത്തിനായി ബ്രഹ്മോസിൻ്റെ ആൻറ്റി ഷിപ്പ് പതിപ്പ് സ്വന്തമാക്കിയിരുന്നു. നാവികസേനയുടെ ആധുനികവൽക്കരണ ദർശനപ്രകാരം ഇനി വരാനിരിക്കുന്ന അടുത്ത തലമുറ യുദ്ധക്കപ്പലുകളായ പ്രോജക്റ്റ് 15B വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ, പ്രോജക്റ്റ് 17A നീലഗിരി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ എന്നിവയെല്ലാം തങ്ങളുടെ പ്രധാന ആക്രമണ ആയുധമായി ബ്രഹ്മോസ് സംവിധാനങ്ങളെയായിരിക്കും വഹിക്കുക. ഈ വൻകിട കപ്പൽ വ്യൂഹ നവീകരണത്തെ പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഇതിനകം തന്നെ വൻതോതിലുള്ള ഓർഡറുകൾ ഉറപ്പാക്കിയിട്ടുണ്ട്. 2024 200-ലധികം ബ്രഹ്മോസ് എക്സ്റ്റെൻഡഡ് റേഞ്ച് മിസൈലുകൾ സംഭരിക്കുന്നതിനായി 19,500 കോടിയിലധികം രൂപയുടെ ചരിത്രപരമായ കരാറിന് ഇന്ത്യൻ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ കപ്പലുകളിൽ നിന്ന് മിസൈലുകൾ നിയന്ത്രിക്കുന്നതിനുള്ള അത്യാധുനിക ഫയർ കൺട്രോളിംഗ് സംവിധാനങ്ങളും വിക്ഷേപണ സംവിധാനങ്ങളിലും രാജ്യം തന്ത്രപരമായ നിക്ഷേപങ്ങൾ നടത്തി വരികയാണ്. കഠിനമായ സൈനിക അഭ്യാസങ്ങൾക്കിടയിൽ കടലിലെയും കരയിലെയും ലക്ഷ്യങ്ങളെ ഒരേപോലെ തകർത്ത് ബ്രഹ്മോസ് അതിൻ്റെ വിനാശകരമായ കൃത്യത പലതവണ തെളിയിച്ചതുമാണ്. ആധുനിക യുദ്ധക്കളം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ബ്രഹ്മോസ് മിസൈലുകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നിലവിലെ നവീകരണങ്ങളിലൂടെ ഈ മിസൈലിൻ്റെ ആക്രമണ പരിധി 800 കിലോമീറ്ററിനും അപ്പുറത്തേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം ലക്ഷ്യങ്ങളെ കൂടുതൽ കൃത്യതയോടെ കണ്ടെത്തുന്നതിനായി അത്യാധുനിക സീക്കറുകളും ഇതിൽ ഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഭാരം കുറഞ്ഞതും റഡാറുകളുടെ കണ്ണിൽപ്പെടാത്തതുമായ ബ്രഹ്മോസ് NG പതിപ്പിൻ്റെ ആദ്യ സ്വയംഭരണ പരീക്ഷണത്തിനായി പ്രതിരോധ മേഖല കാത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ LCA തേജസ്, ഭാവിയിലെ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCV എന്നിവ ഉൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വിന്യസിക്കാൻ തക്കവണ്ണമാണ് ബ്രഹ്മോസ് NG രൂപകൽപ്പന ചെയ്യുന്നത്. കപ്പൽ വ്യൂഹത്തിൻ്റെ സാർവത്രിക ഹെവി ഫിറ്ററായി ബ്രഹ്മോസിനെ മാറ്റുന്നതിലൂടെ ഇന്ത്യൻ നാവികസേന ഭയമുണർത്തുന്ന ഒരു സാച്ചുറേഷൻ സ്ട്രൈക്ക് ശേഷിയാണ് കെട്ടിപ്പടുക്കുന്നത്. വരും ദശാബ്ദങ്ങളിൽ ശത്രുക്കൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വണ്ണം ഒരേ സമയം 100 കണക്കിന് സൂപ്പർസോണിക് മിസൈലുകൾ ഒന്നിച്ച് വിക്ഷേപിക്കാൻ ഒരു ഇന്ത്യൻ നാവിക വ്യൂഹത്തിന് സാധിക്കും. ഡിസ്ട്രോയർ കപ്പലുകൾക്ക് 16 വെർട്ടിക്കൽ ലോഞ്ചറുകളും ഫ്രിഗേറ്റുകൾക്ക് 8 ലോഞ്ചറുകളും വഹിക്കാൻ ശേഷിയുള്ളതിനാൽ ഈ അതിവേഗ ആക്രമണ കപ്പാസിറ്റി ശത്രുക്കൾക്ക് വലിയൊരു മുന്നറിയിപ്പായിരിക്കും നൽകുക. തന്ത്രപ്രധാനമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ സമുദ്ര മേധാവിത്വവും സുരക്ഷയും നിലനിർത്താൻ നാവികസേനയുടെ ഈ നവീകരണ പ്രക്രിയ അത്യന്തം നിർണായകമായി മാറും. ഇന്ത്യൻ നാവികസേന തങ്ങളുടെ എല്ലാ മുൻനിര യുദ്ധക്കപ്പലുകളിലും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ സാർവത്രിക ആക്രമണ ആയുധമായി നിർബന്ധമാക്കാൻ തീരുമാനിച്ച നീക്കം പസഫിക് ഇന്ത്യ സമുദ്ര മേഖലയിലെ നിലവിലുള്ള സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഈ തന്ത്രപരമായ മാറ്റം ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളും
പരമ്പരാഗത എതിരാളികളുമായ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും നാവിക ആസൂത്രണങ്ങളിലും പ്രതിരോധ തന്ത്രങ്ങളിലും കടുത്ത രീതിയിലുള്ള പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളുമായിരിക്കും സൃഷ്ടിക്കുക. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയുള്ള ഒരു മിസൈൽ സംവിധാനം ഇന്ത്യ തങ്ങളുടെ എല്ലാ പ്രധാന കപ്പലുകളിലും സജ്ജമാക്കുന്നതിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉണ്ടാകുന്ന ഭൗമ രാഷ്ട്രീയ ചലനങ്ങൾ രാജ്യങ്ങളെയും വ്യത്യസ്ത തലങ്ങളിലായിരിക്കും ബാധിക്കുക. ഈ നീക്കം ഏറ്റവും പെട്ടെന്നും നേരിട്ടും ബാധിക്കുന്നത് പാകിസ്ഥാനെയാകും. നാവികശേഷിയിൽ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ നാവികസേന നിലവിൽ തന്നെ വലിയ പരിമിതികൾ നേരിടുന്നുണ്ട്. എല്ലാ മുൻനിര ഇന്ത്യൻ കപ്പലുകളിലും ബ്രഹ്മോസ് മിസൈലുകൾ കൂടി വിന്യസിക്കപ്പെടുന്നതോടെ ഈ 2 സേനകളും തമ്മിലുള്ള സാങ്കേതികവും സൈനികവുമായ അന്തരം പാകിസ്ഥാന് ഒരിക്കലും മറികടക്കാൻ കഴിയാത്തവണ്ണം വർദ്ധിക്കും. കറാച്ചി ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ തീരപ്രദേശങ്ങളും പ്രധാന നാവിക താവളങ്ങളും പൂർണ്ണമായും ഇന്ത്യൻ കപ്പലുകളിൽ നിന്നുള്ള ബ്രഹ്മോസിൻ്റെ പരിധിക്കുള്ളിലാകും എന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. മാക് 2.8 മുതൽ മാക് 3 വരെയുള്ള വേഗതയിൽ ആഞ്ഞടിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളെ ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ തക്കവണ്ണമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ്റെ നാവികസേനയുടെ പക്കലില്ല. ഒരേ സമയം 100 കണക്കിന് ബ്രഹ്മോസ് മിസൈലുകൾ ഒന്നിച്ച് വിക്ഷേപിക്കുന്ന സാച്ചുറേഷൻ സ്ട്രൈക്ക് രീതിയാണ് ഇന്ത്യ പ്രയോഗിക്കുന്നത് എങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നത് പാകിസ്ഥാന് അസാധ്യമായിരിക്കും. ഇത് പാകിസ്ഥാൻ്റെ തീരദേശ സുരക്ഷയ്ക്ക് സ്ഥിരമായൊരു ഭീഷണിയാവുകയും രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ പരിമിതമായ ബജറ്റിൽ നിന്നും വലിയൊരു തുക നാവിക സുരക്ഷയ്ക്കായി നീക്കിവെക്കാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യും. മറുഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ചൈന വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് അഥവാ മുത്തുമാല തന്ത്രത്തിനേൽക്കുന്ന ഏറ്റവും വലിയ ആഘാതമായിരിക്കും ഇത്. പാകിസ്ഥാനിലെ ഗോദ്വർ, ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുടങ്ങിയ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ അതിർത്തികളെ സമുദ്രത്തിലൂടെ വളയാനാണ് ചൈന ദീർഘകാലമായി ശ്രമിക്കുന്നത്. എന്നാൽ ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന ചൈനീസ് യുദ്ധക്കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഇനി മുതൽ ബ്രഹ്മോസ് വഹിക്കുന്ന ഇന്ത്യൻ കപ്പലുകളുടെ നിരന്തര ഭീഷണിക്ക് കീഴിൽ പ്രവർത്തിക്കേണ്ടി വരും. ചൈനയുടെ പക്കൽ സംഖ്യാപരമായി വലിയ നാവികസേനയും അത്യാധുനിക കപ്പലുകളും ഉണ്ടെങ്കിലും തങ്ങളുടെ സ്വന്തം അതിർത്തിയിൽ നിന്ന് അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇന്ത്യയുടെ ഈ പുതിയ മിസൈൽ ശേഷി ചൈനീസ് കപ്പലുകൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ പ്രാപ്തമാണ്. ചൈന തങ്ങളുടെ സമുദ്ര മേധാവിത്വത്തിൻ്റെ പ്രതീകമായി കാണുന്ന വിമാനവാഹിനി കപ്പലുകൾക്ക് പോലും വലിയൊരു ഭീഷണിയാണ് ബ്രഹ്മോസ് മിസൈലുകൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തങ്ങളുടെ കപ്പലുകൾ അയക്കുന്നതിൽ ചൈനയ്ക്ക് ഇനി മുതൽ വലിയ തോതിൽ ജാഗ്രത പാലിക്കേണ്ടി വരും. ഇതിനു പുറമെ ചൈനയെയും പാകിസ്ഥാനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ സുരക്ഷയും ഈ നീക്കം സാരമായി ബാധിക്കും. ഈ സാമ്പത്തിക ഇടനാഴിയുടെ അവസാന ബിന്ദു പാകിസ്ഥാനിലെ ഗോദ്വർ തുറമുഖമാണ്. ചൈനയുടെ ആഗോള വ്യാപാര ആവശ്യങ്ങൾക്കും ഇന്ധന ഇറക്കുമതിക്കും ഏറ്റവും തന്ത്രപ്രധാനമായ ഈ വഴി ബ്രഹ്മോസ് മിസൈലുകളുടെ പരിധിക്കുള്ളിലാണ് വരുന്നത്. 800 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള പുതിയ ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യൻ കപ്പലുകളിൽ വ്യാപകമാകുന്നതോടെ യുദ്ധ സാഹചര്യങ്ങളിൽ ഗോദ്വർ തുറമുഖത്തെയും അതിലൂടെയുള്ള ചൈനീസ് ചരക്കു നീക്കത്തെയും പൂർണ്ണമായി നിശ്ചലമാക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് ചൈനയുടെ ഇന്ധന വിതരണത്തെ ബാധിക്കുന്ന മലാക്ക ഡിലമ അഥവാ മലാക്ക കടലിടുക്കിലെ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുകയും ചൈനയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഈ പുതിയ നവീകരണം പസഫിക് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് കൂടി വഴിവെച്ചേക്കാം. ഇന്ത്യയുടെ ഈ സമുദ്ര മേധാവിത്വത്തെ പ്രതിരോധിക്കാൻ ചൈന തങ്ങളുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യകൾ പാകിസ്ഥാന് കൈമാറുവാൻ വലിയ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ്റെ കപ്പൽ ആധുനികവൽക്കരിക്കാനും അവർക്ക് പുതിയ റഡാർ സംവിധാനങ്ങൾ നൽകാനും ചൈന കൂടുതൽ സാമ്പത്തിക സൈനിക നിക്ഷേപങ്ങൾ നടത്തിയേക്കാം. എങ്കിലും ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം ഇന്ത്യക്കുള്ളതിനാൽ സ്വന്തം അതിർത്തിയിൽ നിന്ന് അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇന്ത്യയെ നേരിടുക എന്നത് ചൈനയ്ക്ക് സാമ്പത്തികമായും സൈനികമായും കടുത്ത വെല്ലുവിളിയായി തുടരും. ചുരുക്കത്തിൽ എല്ലാ മുൻനിര കപ്പലുകളിലും ബ്രഹ്മോസ് വിന്യസിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ തീരുമാനം പാകിസ്ഥാൻ്റെ പ്രതിരോധ കവചങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ദീർഘകാല തന്ത്രങ്ങൾക്കാണ് അത് ശക്തമായ തിരിച്ചടി നൽകുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.